നരിവേട്ട ആളിപ്പടരുകയാണ്. ഞായറാഴ്ച ദിനത്തിലും മികച്ച രീതിയിലുള്ള കളക്ഷനുമായി സിനിമയ്ക്ക് കുതിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഒപ്പം പടക്കളം, തുടരും, പ്രിൻസ്, ആസാദി തുടങ്ങിയ ചിത്രങ്ങളുടെയും കളക്ഷനാണ് നമ്മൾ പറയുന്നത്. ഇതിനോടകം തന്നെ മമ്മൂക്കയുടെ അടുത്ത സിനിമ അല്ലെങ്കിൽ മമ്മൂക്ക സിനിമയിലേക്ക് എന്ന് ജോയിൻ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിന് ഉത്തരമായി വന്നിരിക്കുന്ന ജൂലൈയിൽ മമ്മൂക്ക ട്രിപ്പിൾ MN മൂവിയിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ കളങ്കാവലിന്റെ റിലീസ് തീയതികളും പുറത്തു വന്നിട്ടുണ്ട്. സിനിമ ഓഗസ്റ്റ് അവസാനത്തോടെ ആയിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇനി കളക്ഷൻ ഡീറ്റെയിലേക്ക് വരാം. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നരിവേട്ട ഇന്നലെയും മികച്ച രീതിയിൽ തന്നെ കളക്ഷൻ നേടിപ്പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. സിനിമയ്ക്ക് ആദ്യ 2 ദിനം കൊണ്ട് നേടാൻ കഴിഞ്ഞത് 3,35,00,000 രൂപയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ആദ്യ ദിനം സിനിമ നേടിയത് 1,73,00,000 രൂപയായിരുന്നെങ്കിൽ രണ്ടാം ദിനം 1,70,00,000 രൂപയോളാണ് വന്നത്. ഞായറാഴ്ച ദിനത്തിൽ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെ വന്നു. 2,25,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമ വന്നത്. 5,50,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ആദ്യ 3 ദിനത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതുകൂടാതെ UAE UK കളക്ഷൻസ് പുറത്തു വന്നിട്ടുണ്ട്. UAE യിൽ നിന്ന് 1,45,00,000 രൂപ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞപ്പോൾ UK യിൽ നിന്ന് 40,00,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയ സിനിമ ആദ്യ 3 ദിനം കൊണ്ട് 11 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മികച്ച അഭിപ്രായം തന്നെയാണ് സിനിമയ്ക്ക് എങ്ങും ഉള്ളത്. മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കി വന്നിരിക്കുന്ന ഈ ഒരു ചിത്രം ഇന്ന് ജനങ്ങൾ ഏറെ കയ്യിൽ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. മോഹൻലാൽ നായകനെത്തിയ തുടരും എന്ന ചിത്രം 1 മാസം പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞായറാഴ്ച മികച്ച രീതിയിലുള്ള കളക്ഷനാണ് വന്നെങ്കിൽ തിങ്കളാഴ്ചയും അതിനു മുകളിലേക്കുള്ള കളക്ഷൻ വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് മോർണിംഗ് കാണാൻ കഴിയുന്നത്. ഇന്നലെ 547ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 60,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോവുകയും 91,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ. അതായത് 1,35,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ 31ാം ദിനത്തെ കളക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. 40% ഒക്യുപ്പൻസി ആയിട്ട് പോകുന്നത്. സിനിമ ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 117-118 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ട് സിനിമ നിർത്തുന്നില്ല, അവിടെ നിന്ന് അങ്ങോട്ട് കുതിച്ചു വരികയാണ്. അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ ഒരുപക്ഷെ 150 കോടിക്ക് മുകളിലേക്ക് പോകേണ്ടി വരും ഒരു മലയാള സിനിമയ്ക്ക്. ആ റേഞ്ചിലേക്കാണ് തുടരും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് 230-232 കോടി എന്ന റേഞ്ചിലാണ് 31 ദിവസം കൊണ്ട് വന്നിരിക്കുന്നത്. തിങ്കളാഴ്ചയും മികച്ച രീതിയിൽ തന്നെയാണ്. മോർണിംഗിൽ ഇപ്പോൾ തന്നെ കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് സിനിമ കുതിക്കുകയാണ്. പ്രിൻസ് എന്ന ചിത്രമാണ് അടുത്തായി നിൽക്കുന്നത്. 17 ദിനത്തിൽ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ വരുന്നു. 17ാം ദിനത്തിലും സിനിമയ്ക്ക് 70,00,000 രൂപയ്ക്ക് മുകളിലുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വരുമ്പോൾ 15 ദിനം കൊണ്ട് സിനിമ നേടിയത് 13 കോടിയാണെങ്കിൽ ഇപ്പോഴിതാ നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം 15 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിലേക്ക് എത്തുന്നു. 14 കോടിയോളമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 90,00,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ സിനിമ ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 16 കോടി കടന്നിരിക്കുന്നു. GCC റെസ്റ്റ് ഓഫ് ഇന്ത്യ മുഴുവനായി സിനിമ 5.5 കോടിക്ക് മുകളിലാണ്. മൊത്തം 22 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. ആസാദി എന്ന ചിത്രമാണ് അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള വിജയം ആഘോഷിക്കുന്ന ചിത്രമാണ് ആസാദി. മികച്ച സിനിമ എന്ന് പ്രേക്ഷകർ കണ്ടവർ വിധി എഴുതിയ ചിത്രമാണ്. സിനിമയ്ക്ക് ആദ്യ 2 ദിവസം കൊണ്ട് നേടിയത് 23,00,000 രൂപയാണെങ്കിൽ 3ാം ദിവസം 15,00,000 രൂപയ്ക്ക് മുകളിലാണ്. മൊത്തം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40,00,000 രൂപയും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 50,00,000 രൂപയ്ക്ക് മുകളിലേക്ക് പോകുന്നു. നല്ല ഒരു ചിത്രം എന്ന് തന്നെ പറയാം. മികച്ച രീതിയിലുള്ള ഒരു ചിത്രം. നമുക്ക് ഈ ഇറങ്ങിയിരിക്കുന്നതിനകത്ത് നരിവേട്ട, ആസാദിയൊക്കെ വലിയ രീതിയിൽ നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രം തന്നെയാണ്. എന്താണ് ഞായറാഴ്ച എല്ലാ സിനിമകൾക്കും വലിയ രീതിയിലുള്ള ഒരു സക്സസ് ആണ് കാണാൻ കഴിഞ്ഞത്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രവും ഇതിനോടൊപ്പം തന്നെ മികച്ച രീതിയിൽ പോകുന്നു. നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഇന്നലെയും 80,00,000 രൂപയോളമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന് സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് ധ്യാൻ ശ്രീനിവാസന്റെ മറ്റൊരു വിജയ ചിത്രം എന്ന് തന്നെ നമുക്ക് പറയാം. ആ റേഞ്ചിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 4.5 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് ഈ പ്രാവശ്യം മഴയാണെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ ഒരുപാട് സിനിമകളുണ്ട്. എല്ലാ സിനിമകളും മികച്ച രീതിയിൽ തന്നെ ഓടുന്നു, അല്ലെങ്കിൽ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.